ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി വീട്ടിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഈ ചുരുണ്ട മുടിയുള്ള ആളുകളെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് അതിങ്ങനെ മുകളിലേക്ക് കയറി കിടക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്ത് ഓയിൽ ആവട്ടെ, നിങ്ങൾ ചിലപ്പോൾ കാച്ചി എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്ത് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതിനെ പിന്നി വെക്കോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കോ ഒരിക്കലും ചെയ്യരുത്. അത് നമുക്ക് ഒന്നും കൂടി കേളായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. നിങ്ങൾക്ക് തീരെ കേളായിട്ട് വരാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ പിന്നി വെക്കുക അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ബൺ ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒരു രീതി ചെയ്യരുത്. ഒന്നെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുക. ഫ്രീ ആയിട്ട് വിടുമ്പോൾ ചിലപ്പോൾ മൊത്തമൊക്കെ ഓയിൽ ആവുന്നതിനെ കൊണ്ടും ചിലപ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആളുകളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് താഴേക്ക് ഒരു ബൺ ചെയ്യുക, താഴ്ഭാഗത്തേക്ക് ബൺ ചെയ്യുക. ഒരിക്കലും ഇവിടെ ടൈറ്റ് ചെയ്ത് ബൺ ചെയ്ത് ഈ ഒരു കേളി ഹാൻഡ് പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര തിന്നായിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ടൈറ്റ് ആയി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബെൻഡ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ടൈം ആണെങ്കിലും ആ ഒരു ബെൻഡ് അവിടെ ഉണ്ടാവും. അത് കുറെ ടൈം ഇതേപോലെ ഓയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ ബെൻഡ് അങ്ങനെ തന്നെ നീണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഓയിലിന്റെ കാര്യത്തിൽ നോക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണ്, ഇപ്പൊ ഒരു കാച്ചി എണ്ണ ആവട്ടെ, എന്ത് ഉപയോഗിച്ചോട്ടെ, ഇനി അല്ല നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഓരോന്നോരോന്നാണ് മാറി മാറി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മൾ ആൽമണ്ട് ഓയിൽ ഇല്ല, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മുടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അത് ഗ്രാജുവലി മാറി വരുന്നതാണ്. അത് നല്ല ഒരു ഓയിലാണ് നമുക്ക് ഇത് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ നിങ്ങൾ ഈ രീതിയിൽ ഉപയോഗിക്കുക. ഇനിയിപ്പോ അല്ല നിങ്ങൾ കാച്ചി എണ്ണ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്, അതിന്റെ ഒപ്പം കുറച്ച് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കരുതെന്നേ ഉള്ളൂ. ഈ രീതിയിലാക്കും നമുക്ക് ഈ ഒരു ആൽമണ്ട് ഓയിൽ കൂടെ നമുക്ക് ഈ ഒരു ഹെയർ സ്ട്രെയിറ്റൻ ആവാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെയാണ്. ഭയങ്കരമായിട്ട് എന്റെ ഇത് കേളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കേളി ഹെയർ ആയിരുന്നു. കെട്ടി വെച്ചാൽ മാക്സിമം അത്ര, അതിൽ കൂടുതൽ പോലെ പിന്നെ കുറച്ച് ഞാൻ പിന്നെ എത്ര പിന്നെ നീളുന്നില്ല, പിന്നെ ഇപ്പൊ എത്ര രീതിയിൽ മാറി മാറി കിട്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം അതിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാം. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഷാമ്പൂ, കണ്ടീഷണർ, ഇതാണ് കൂടുതലായിട്ട് വരുന്ന. ഓയിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ കുറച്ചും കൂടി സ്ട്രെയിറ്റനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ഷാമ്പൂ കണ്ടീഷണർ ഉണ്ടാവും. അത് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഏതൊക്കെ പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നോർമലായിട്ട് വരുമ്പോൾ ലോറിയലിന്റെ ഹെയർ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഒക്കെ ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റനിങ്ങിനെ കുറച്ചും കൂടി അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ആണ് വരുന്നത്. അതേപോലെ കെരാറ്റിന്റെ കണ്ടന്റ് ഉള്ള ഷാമ്പൂ കണ്ടീഷണർ നോക്കിയിട്ട് വാങ്ങിക്കുക. ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ നമുക്കൊരു മാറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയാണ് നല്ലത്. അല്ലെങ്കിൽ ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു രീതിയിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാം. കെരാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാജുവലി എന്നിട്ട് നമ്മുടെ ഹെയർ ചേഞ്ച് ആവുന്നതാണ്. അപ്പൊ ആ ഒരു ടൈം എടുത്തിട്ടാണ് അത് മാറാം. നമ്മളൊരു ഷാമ്പൂ കണ്ടീഷണർ നമ്മളിപ്പോൾ ഹെയർ വാഷ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭയങ്കര കേളായിട്ട് നിൽക്കുന്ന ഹെയർ മുകളിലേക്ക് കയറി പോകുന്ന പ്രശ്നം ഒന്ന് നമുക്ക് താഴേക്കാക്കി നീളം വെച്ചുന്ന ലെവലിലേക്ക് ആക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പൊ ഹെയർ ഭയങ്കര കേളി അല്ലെങ്കിൽ ഫ്രിസി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഭയങ്കര പ്രോട്ടീന്റെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മൾ പോയി വാങ്ങിക്കുമ്പോൾ ഒരു 5 രൂപേന്റെയോ അല്ലെങ്കിൽ 1 രൂപേന്റെ ഒക്കെ ഷാമ്പൂ നമ്മൾ ജസ്റ്റ് പാക്കറ്റ് വാങ്ങിക്കുന്നതിനെക്കാളും നല്ല നിങ്ങൾ ഒരു ബോട്ടിൽ നല്ല നോക്കിയിട്ട് നിങ്ങളെ ഹെയറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഹെയർ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ബൺ ചെയ്യുന്ന കാര്യത്തിലാണ്. ഒരിക്കലും ഇങ്ങനെ കേളി ആയിട്ട് നിൽക്കുന്ന ഹെയർ ടൈറ്റ് ആയിട്ട് പിന്നി വെക്കരുത്. അത് നിങ്ങൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴാണെങ്കിലും കുറച്ച് നേരത്തേക്കൊക്കെ ചെയ്യാൻ, അല്ലാണ്ട് അപ്പം തന്നെ അത് അഴിച്ച് ഫ്രീ ആക്കി ഇട്ടേക്കണം. ഒരിക്കലും ഇങ്ങനെ പിന്നി ടൈറ്റ് പിന്നി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കേവ് ഇങ്ങനെ വരും. അപ്പൊ അത് പിന്നെ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിപ്പോകും. നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കണ്ട് ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കേളി ഹെയർ മാത്രമായിരിക്കും. നമ്മൾ അത് പിന്നിട്ട് രണ്ട് സൈഡിലേക്ക് മെടഞ്ഞൊക്കെ പോയി വരുമ്പോഴേക്ക് അങ്ങനെ ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ അവരിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ മാറും. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭയങ്കര കേളി ആവുന്ന പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ അനിയത്തിന്റെ നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. എന്റെ ഹെയർ പോലെയല്ല, എന്റെ ഭയങ്കര ഇങ്ങനെയായിരുന്നു. അവളെ ഏകദേശം ഇങ്ങനെ ഹെയറായിരുന്നു കേട്ടോ. അവള് ക്ലാസ്സിൽ പോയി ഇപ്പൊ ഏകദേശം എന്റെ അതേ കൂട്ടാണ് ഇപ്പോൾ അവളെ ഹെയറും. അപ്പൊ നിങ്ങൾ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, വന്നു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി ബൺ ചെയ്യുന്ന കാര്യത്തിൽ ബൺ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തിട്ട് നോർമൽ ആയിട്ട് കെട്ടി കൊടുക്കുക. നോർമൽ ആയിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരിക്കലും ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ബൺ ചെയ്തിട്ട് കെട്ടരുത്. നല്ല കുറച്ച് ഫ്രീ ആയിട്ട് തന്നെ കെട്ടി കൊടുക്കുക. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കെട്ടുമ്പോൾ താഴേക്ക് ഒരു വെയിറ്റ് ഉള്ള ക്ലിപ്പ് എടുക്കാം. അത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ പഴയ ഒരു സ്റ്റൈലാണ് അത്. ഇപ്പൊ അങ്ങനത്തെ ആരും ഞാൻ ഉപയോഗിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് താഴേക്ക് നമുക്ക് ഭയങ്കര കയറി വരുന്ന ഏരിയ നമുക്കറിയില്ല, എപ്പോഴും ചുരുണ്ട് മുകളിൽ അതാ നമുക്ക് നമ്മുടെ ഹെയർ ഒക്കെ മനസ്സിലാവും. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇങ്ങനെ ഇവിടെ പോകുന്നതിന് കുറച്ചുണ്ടാവും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അടിക്കും. എന്റെ ഇങ്ങനെയാണ് നിൽക്കുക, നല്ല രീതിയിൽ നീളുണ്ട്, പക്ഷെ ഇങ്ങനെ കയറി പോകും. അപ്പൊ ഞാൻ അതിനെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നീണ്ട് നിൽക്കാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കട്ടിയുള്ള ക്ലിപ്പ് ഉണ്ടാവും. വെയിറ്റ് നോക്കുക, അത്യാവശ്യം വെയിറ്റ് ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ ചില സ്റ്റോണിന്റെ ഉണ്ടാവും ഒത്തിരി വെയിറ്റ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്റ്റോണിന്റെ ക്ലിപ്പ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു താഴേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ആ രീതിയിൽ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടാകും. വീട്ടിൽ നിന്ന് ഈ രീതി ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഞാൻ ഒരു ടൈമിൽ ഞാൻ ആ രീതിന്റെ ആയിരുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ എനിക്ക് നല്ല മാറ്റം അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഈ ഒരു കാര്യം ട്രൈ ചെയ്യാം.
ഇനി നാലാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു എയർ സ്ട്രൈറ്റനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന പാക്ക് കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ നോക്കുക. അതായത് നമ്മൾ കെമിക്കൽ പാക്കിന്റെ കാര്യമല്ല, നിങ്ങൾ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഹെയർ പാക്കിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ ഒരു ഇവിടെ ഈ ഫ്രിസിനെസ് തന്നെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കേൾ ഒന്ന് വിട്ട് കിട്ടും, നല്ലൊരു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, തേങ്ങാപ്പാൽ ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ആ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐക്കാർഡിൽ ഇടാം, ഒന്ന് കണ്ടു നോക്കുക. തേങ്ങാപ്പാൽ ഏത് ടൈപ്പിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് ഈ ഒരു സ്ട്രൈറ്റനിങ്ങും കേളും ആയിട്ട് മാറുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രൈറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാലിന്റെ ഒരു അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ വീഡിയോ പറഞ്ഞാൽ കണ്ടു നോക്കുക താല്പര്യമുള്ളവർ കേട്ടോ. അപ്പൊ അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. സിമ്പിൾ ആയിട്ട് തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കേളി ആയിട്ട് തന്നെ മാറും കേട്ടോ. അതുപോലെ നമ്മൾ ഈ പാക്കറ്റ് പൗഡർ കിട്ടും തേങ്ങാപ്പാൽ, അല്ലാതെ ഒരിക്കലും വാങ്ങില്ല. അത് കെമിക്കലൊക്കെ, അത് കുറെ ടൈം നിൽക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ഉപയോഗിച്ച് ചെയ്യരുത്. അത് നിങ്ങൾ പുറത്തുനിന്ന് ആളുകളാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ എന്ന് ആ രീതി ചെയ്യരുത്. നമ്മൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന തേങ്ങാപ്പാൽ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കട്ടിയുള്ള പാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ സ്റ്റാൻസിലായിട്ട് എടുക്കുക. ഒരു സിംഗിൾ സ്റ്റാൻസ് ആയിട്ട് എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്യുക, അല്ലാണ്ട് ഒരു കൂട്ടെടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്യരുത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി സിംഗിൾ ആയിട്ട് എടുക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രൈറ്റ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ, ഞാൻ കുറച്ചെടുക്കും, അത് സ്ട്രൈറ്റ് ആക്കി അപ്ലൈ ചെയ്യും. ആ രീതിയിൽ അപ്ലൈ ചെയ്യാം. ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ ഭയങ്കര കേളിയായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെ ചുരുണ്ട് കയറുന്ന ഹെയർ അങ്ങ് മാറി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യം യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.